എഴുത്തിൻ്റെ കാര്യത്തിലും ഈ ഒറ്റ റൈറ്റിംഗാണ്. ഒറ്റ റൈറ്റിങ്ങിൽ അച്ഛനറിയാതെ പൂർണ്ണമാണ് എന്നുള്ളത്. സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഒന്നോ രണ്ടോ തിരുത്തലുകളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല അങ്ങനെ മുഴുവൻ മാറ്റി പണിയുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. കള്ളൻ പോയത്രനായാലും നവംബറിൻ്റെ നഷ്ടം ആയാലും ഒക്കെ അച്ഛൻ വി ആർ ടേക്കിംഗ് എ ചാൻസ് എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് ആളുകൾ സ്വീകരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഒരു പരീക്ഷണ ചിത്രമായിട്ട് തന്നെയാണ് മിക്കവാറും എല്ലാ ചിത്രങ്ങളെയും അച്ഛൻ കണ്ടിരുന്നത്. ഒരിക്കലും അതൊരു സാധാരണ ഒരു മെയിൻ സ്ട്രീമിനോ രുചിയോട് ചേർന്ന് പോകുന്ന ചിത്രങ്ങൾ ആയിരുന്നില്ല. അത് അച്ഛൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് തരത്തിൽ ചിത്രം എടുക്കാം. ഒന്നെങ്കിൽ പൊതുജനത്തിന് സ്വീകാര്യമായ രീതിയിൽ അവരുടെ ടേസ്റ്റിന് അനുസൃതമായി സിനിമ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭാവുകത്വത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കാം. എനിക്ക് തീർച്ചയായിട്ടും രണ്ടാമത്തെ രീതിയാണ് കൂടുതൽ എൻ്റെ പ്രോസസ്സിന് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്നു എന്നൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. മുന്നേ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞ ഒരു വാചകം അത് കല്ലിൽ കൊത്തിവെച്ച പോലെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാനെന്തോ അന്ന് ഗന്ധർവൻ ഇറങ്ങി സമ്മിശ്ര പ്രതികരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കുറേ പേര് വിളിക്കുന്നുണ്ട്. പലരും പപ്പേട്ടനത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ സിനിമാക്കാർ തന്നെയുണ്ട്. അപ്പം അച്ഛനാകപ്പാടെ അങ്ങ് മനസ്സ് വല്ലാതെ കലങ്ങിയിരുന്നു. ഒരുപക്ഷെ ഒരു കലാസൃഷ്ടി ആസ്വദിക്കപ്പെടാൻ ഒരു പുതിയ തലമുറ പിറക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വരാം എന്നെഴുതി. ശരിക്കും അതാണിപ്പോൾ സംഭവിക്കുന്നത്. അച്ഛൻ്റെ മരണശേഷം ഇപ്പോൾ 34 വർഷമായി. അച്ഛൻ്റെ പടങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് 30-ന് താഴെയുള്ള പ്രായക്കാരാണെന്ന് തോന്നുന്നു. കൂടുതലും ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം നേരത്തെ വളരെ മുൻപേ പറഞ്ഞു വെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്.